സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്തു നിന്നും, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്, സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് 3 മേഖലകളിലെ വിവരങ്ങൾ നൽകുകയാണ്. ഹരിയിലേക്ക് ആദ്യം 3. ഹരി, ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ? മഴയാവസ്ഥ എങ്ങനെയാ? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെ, അതായത് ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും ഈ മഴ സാധ്യതയുള്ളൊരു ജില്ലയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നുമില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ, രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്ത് മഴയുണ്ട്. മലയോര മേഖലകളിലും തീരദേശത്തുമൊക്കെ മഴ പെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും മഴ ചെറിയ ചാറ്റിലാണെങ്കിൽ പോലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മൊത്ത സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ 11 ജില്ലകളിലാണ്. അതിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ്. അതായത് തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. അതേപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അത് പോകാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണ്, അതിന്റെ സ്വാധീന ഫലമായാണ് ഈ മഴ ശക്തമാകുന്നതെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗുജറാത്ത് തീരത്ത് രൂപം കൊണ്ടൊരു ന്യൂനമർദ്ദം, ഇന്നലെ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അസ്ന ചുഴലിക്കാറ്റായി അറബിക്കടലിൽ പ്രവേശിച്ച് ഒമാൻ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതും മഴയ്ക്ക് കാരണമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിലുള്ളവർ അവർ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചോടെ വയനാട് അടക്കമുള്ള ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. അത്തരത്തിൽ അപകടകരമായ സാഹചര്യമാണെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാറ്റിനോടൊപ്പം ഇടിയോടുകൂടിയ മഴയ്ക്ക് കൂടിയാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത അതിലും വേണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കും, പരക്കെ മഴ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അണക്കെട്ടിന്റെ തീരത്തുള്ള താമസിക്കുന്ന ആളുകളും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ ഇന്നലെ തന്നെ വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദീതീരത്ത് അത് കര കവിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഉള്ള മുന്നറിയിപ്പ് പ്രകാരം 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ തിരുവനന്തപുരത്തെ വിവരങ്ങൾ ഇവിടെ വിക്രമൻ ഓയൂർ എന്ന പറയുന്നത്, ഇന്ന് പിള്ളേർ ഔദ്യോഗികത്തിൽ തെറ്റില്ല, ഭയങ്കര മഴയാണ്, അധികാരികളെ കണ്ണു തുറക്കും. എനിക്ക് തോന്നുന്നു രാവിലത്തെ എറണാകുളത്തെ മഴ കണ്ടപ്പോൾ എനിക്കും ഇന്ന് ഔദ്യോഗിക തെറ്റില്ലെന്ന് തോന്നി. എന്നാൽ കളക്ടർമാർ തീരുമാനം എടുക്കട്ടെ അല്ലേ? അതെ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, ഈ കൊച്ചിയിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലെ യെല്ലോ അലേർട്ടാണ്, പക്ഷേ പെരുമഴയാണ്. ഇപ്പൊ തന്നെ മുട്ടിവെള്ളമായി വിഷ്ണുവിന്റെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ടുള്ളത്. അത് എറണാകുളത്തെ ഒരു പ്രത്യേക പ്രശ്നമാണ്, ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. എറണാകുളത്തെ ഒരു അവസ്ഥ എന്താണ് വിഷ്ണു? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഏകദേശം 5 മണിയോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. അത് ചെറിയ മഴയല്ല, തുള്ളിക്കൊരികുടം എന്ന രീതിയിലാണ് ഈ മഴ പെയ്യുന്നത്. ശക്തമായ കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ട്. വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. യെല്ലോ അലർട്ടാണ്, പക്ഷേ ഒരു ഓറഞ്ച് അലർട്ടിന്റെ പ്രതിഫലനത്തിലാണ് മഴ. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിക്ക് സമീപമാണ്. ഇടപ്പള്ളിയിൽ ഈ കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. 4 മണിക്കൂർ മഴ കൊണ്ട് ഈ രീതിയിലേക്ക് വെള്ളം ഉയർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ എല്ലാ തവണയും വെള്ളം ഉള്ളതാണ്, പക്ഷേ ഇത്തവണ കുറച്ചൊരൽപ്പം വെള്ളം കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വെള്ളം പോകാനുള്ള ഓവുകളൊക്കെ അടഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോഴെല്ലാം അത് ക്ലീൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്തവണ അതിന് മാറ്റമൊന്നുമില്ല. വെള്ളക്കെട്ട് എടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ
രൂക്ഷമാണ്. എന്നാൽ നഗരമേഖലകളിൽ പ്രത്യേകിച്ച് MG റോഡ് പോലുള്ള മേഖലകളിലൊന്നും പ്രതിസന്ധികൾ കാര്യമായി ഉടലെടുത്തിട്ടില്ല. മലയോര മേഖലകളിലും ഒരല്പം സങ്കീർണമാണ് കാര്യങ്ങൾ. വരും മണിക്കൂറിൽ മഴ ശക്തമാകുകയാണ് എങ്കിൽ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത് തീരദേശ മേഖലയാണ്. പ്രത്യേകിച്ച് കണ്ണമാലി, എടവനക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ വേലിയേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തിരമാലകൾ എത്തുകയും വീടുകളിലേക്ക് ഇരച്ചെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തവണ ഈ മഴ കൂടി ശക്തമായ പശ്ചാത്തലത്തിൽ ആ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും ആളുകൾ വീട്ടിൽ വെള്ളം കയറി തുടങ്ങിയാൽ അവിടെ നിൽക്കരുത്, കൃത്യമായി ജനപ്രതിനിധികളെ ബന്ധപ്പെടുക, ക്യാമ്പിലേക്ക് മാറുക. ഒപ്പം ഈ പകർച്ചവ്യാധി ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട് എങ്കിൽ അവിടെയും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ആശുപത്രിയിലേക്ക് മാറണം എന്നാണ് മനസ്സിലാക്കുന്നത്. വരും മണിക്കൂറിൽ മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ കൊച്ചിയിലെ സ്ഥിതി ഒരല്പം ഗുരുതരമാകാനുള്ള സാധ്യതയാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. ഹാഷ്മി ക്രിസ്റ്റീന. വിഷ്ണുവിനോട് സുനിൽ TS എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, അദ്ദേഹത്തോട് വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയൂ. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ലൈവ് കാണിക്കുമ്പോൾ അതിന്റെ ഒരു സജീവതയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ ഈ മഴവെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നല്ല എടപ്പള്ളി ഒരു പക്ഷേ മാറി നിൽക്കാൻ പറ്റാത്ത പോലെ മഴയാ അല്ലേ വിഷ്ണു? അവിടെ മാറി നിൽക്കാൻ പറ്റാത്ത വണ്ണം വെള്ളക്കെട്ട എടപ്പള്ളിയിലെ വെള്ളം എടപ്പള്ളി മാറി നിൽക്കുന്നെങ്കിൽ റോഡിലേക്ക് നിൽക്കേണ്ടി വരും. എടപ്പള്ളിയിലെ വെള്ളം വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ. അപ്പോൾ അതാ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, കളക്ടറങ്കിൾ എറണാകുളത്ത് ഭയങ്കര മഴയാണ്, അവധി തരുമോ? ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും 5ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാണോ അതോ അറിയില്ല. അതെ അതെ, കമന്റ് വായിപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ്. എന്ത് തന്നെയായാലും നല്ല മഴയാണ്. അല്ല, കമന്റ് വായിപ്പിക്കാനുള്ളതല്ല. കളക്ടർ കാണുമ്പോൾ 5ാം ക്ലാസ്സിലെ പാവം അവധി കൊടുത്തേക്കാന്ന് വിചാരിക്കുമെന്ന്. എന്തായാലും പക്ഷേ ഇന്ന് കുട്ടികൾ അവധി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയ്ക്ക് പെരുമഴയാണ് എറണാകുളത്തുള്ളത്. എന്തായാലും ഇനി സമീർ സിംഹ മോർച്ചു. സമീർ, എങ്ങനെയാണ് കോഴിക്കോടക്കം മലബാർ മേഖലയിലെ മഴ? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റിന. മലബാറിലും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. പ്രധാനമായും കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് മഴ ശക്തമായി തുടരുന്നത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നഗരമേഖലയിലേക്ക് വരുമ്പോൾ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. നഗരമേഖലയിലൊക്കെ പുലർച്ചെ മുതൽ മഴയ്ക്ക് കാര്യമായ ഒരു ശമനമാണ് ഉള്ളത്. മലയോര മേഖലയിൽ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെയുള്ള സാധ്യതയുള്ള മേഖലയാണ്. പ്രധാനമായും ഇന്നലെയൊക്കെ വിവിധ ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും അതുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്നലെ കുറ്റ്യാടി കായക്കൊടിയിൽ വലിയ രീതിയിലുള്ള മിന്നൽ ചുഴലി ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. 4 വീടുകൾ അവിടെ തകർന്നിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകർന്നു, 2 വീടുകൾ ഭാഗികമായും തകർന്നു. 3 കുടുംബങ്ങളെ അവിടെ നിന്നും മറ്റു ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. മിന്നൽ ചുഴലിയിൽ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിൽ മരങ്ങൾ കടപുഴകി വീഴുകയുമായിരുന്നു. അതിന്റെ തുടർന്നാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴ കനക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി മാറുന്നത് വിലങ്ങാടാണ്. വിലങ്ങാട് ദുരന്തം ഉണ്ടായിട്ട് ഇന്നേക്ക് 1 മാസം പൂർത്തിയാകുകയാണ്. ഒരാളുടെ മരണത്തിനും അതുപോലെ തന്നെ 14 വീടുകൾ പൂർണ്ണമായും ഒഴുകിപ്പോവുകയും ചെയ്തു. ഒപ്പം 120ഓളം വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിനും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ്, മറ്റു തരത്തിലുള്ള വിവിധ വകുപ്പുകൾക്ക് ഉൾപ്പെടെ കോടികളുടെ നാശനഷ്ടങ്ങളും ഉണ്ടായ വലിയ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നത്. അവിടെയുള്ളവരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. പലരും അവിടെ വാസയോഗ്യമായ വീടുകളിലേക്ക് മടങ്ങി വന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്ക് കൂടി ഇപ്പോൾ മഴ കനക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും മഴ ശക്തിപ്പെടുന്നത് എന്നുള്ളതാണ് അവരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലയിലും അതുപോലെ തീരമേഖലയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഏതായാലും മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. നഗരമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഹാഷ്മി ക്രിസ്റ്റീന. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സമീർ സി മുഹമ്മദ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനം നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ്. അതെ, എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു 3-4 മണിക്കൂർ നല്ല മഴയായിരിക്കും ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും. അവധി വേണോ അല്ല അവധി കൊടുക്കണോ വേണ്ടതെന്നൊക്കെ ജില്ലാ കളക്ടർമാർ അതത് സ്ഥലത്തെ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനിക്കുന്നത്. നമുക്കതൊന്നും ചെയ്യാനില്ല. എങ്കിൽ കൂടിയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അടുത്ത 1-2 മണിക്കൂർ സ്കൂളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഇനി അവധി ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയമാണ്, വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചും ഒന്ന് ജാഗ്രതയോടൊക്കെ ഇരിക്കുക, സമാധാനമായി ഇരിക്കുക.